ഒരു പുതിയ വെടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. നമ്മൾ വർഷങ്ങളായി ഞാനും നിങ്ങൾ മാത്രമായിട്ട് ഉള്ളൊരു ടോക്ക് ചെയ്തിട്ട് വർഷങ്ങളായി. നിങ്ങൾക്ക് അറിയാം, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് ഫാദറോടെ പോയി ഫാദറിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയുന്നത്. ഒരുപാട് കമൻറ്റ്സ് ആണ്. ഞാൻ ഏതൊക്കെ വരുന്നിടത്തൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടലായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ അതിന് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് തരാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ അത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്. ഞാനിന്ന് അൺബോക്സിംഗ് ഡൂഡ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അൺബോക്സിംഗ് ഡൂഡ് ഒരു ദൂർത്തരിക്കാരനായിട്ടുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു, ഫാദർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. അതിൻ്റെ ഒരു ഫൈനൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നുമില്ലായ്മയെന്ന് തന്നെയാണ് ആ മനുഷ്യൻ ഇത്രയും കയറി വന്നിട്ടുള്ളത് കാര്യം. നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. നമുക്കെന്ന് വെച്ചാൽ ഓക്കെ, കുറേ ആൾക്കാർക്ക് അറിയാതിരിക്കാം, പക്ഷേ എനിക്കറിയത്തില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, എനിക്കൊന്നും അറിയത്തില്ല. ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇയാൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണോ ഈ ഒരു ലെവൽ വരെ എത്തിയെന്നുള്ള രീതിയിലാണ്. ഈ യൂട്യൂബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കാർത്തിക് സൂര്യ, എംഫോർടെക്, അൺബോക്സിംഗ് ഡൂഡ് ഇവരെയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. കോവിഡ് സമയത്ത് ചേച്ചി അനിയനും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് പെയിന്റ് എടുത്ത് ഭിത്തി എറിയുന്നു. ഓരോ ദിവസം ഓരോ ഇത് ഉണ്ടാക്കി, ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ ഉണ്ടാക്കി പല രീതിയിലാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ഇവൻ ഇത്രയ്ക്ക് വെറുപ്പിക്കുന്ന എന്തിനാ വന്നിട്ട് ഇങ്ങനെ എന്നൊക്കെ. ഞാനൊക്കെ ഇവരൊക്കെ കാണുന്നവരാണ്. നമുക്ക് ആ സമയത്ത് ചാനൽ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ അദ്ദേഹം വന്ന ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു മനസ്സിൽ കൊണ്ട് ആ ഒരു കാര്യങ്ങൾ. കാരണം സ്ട്രഗിൾ ചെയ്യുന്നവരെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ച് വരട്ടെ എന്നും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇങ്ങനെ വീഡിയോസിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കാണാം. ഒരു പുതിയ വെടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. നമ്മൾ വർഷങ്ങളായി ഞാനും നിങ്ങൾ മാത്രമായിട്ട് ഉള്ളൊരു ടോക്ക് ചെയ്തിട്ട് വർഷങ്ങളായി. നിങ്ങൾക്ക് അറിയാം, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് ഫാദറോടെ പോയി ഫാദറിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയുന്നത്. ഒരുപാട് കമൻറ്റ്സ് ആണ്. ഞാൻ ഏതൊക്കെ വരുന്നിടത്തൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടലായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ അതിന് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് തരാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ അത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര പൈസ യൂസ് ചെയ്ത് ഭയങ്കര റിച്ച് കിഡ്, സ്പോയിൽ കിഡ്, ഭയങ്കര വലിയ ഫാമിലി, കുറേ അങ്ങനത്തെ ഒരു കാർ വാങ്ങുക, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല. നമ്മളുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാറില്ല, നിങ്ങളെക്കാട്ടിലും ദരിദ്രമായിട്ട് ജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഇപ്പം എന്താ പറയുക, ഏറ്റവും ചെറിയ ഒരു വീട്, ലൈക്ക് ഒരൊറ്റ റൂമുള്ളൊരു വീടില്ലേ, അങ്ങനത്തെ ചെത്തിത്തേപ്പ് പോലും കഴിയാത്ത ഒറ്റ റൂമുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിച്ച ഞാനും ഉമ്മയും അനിയത്തിയും. നിങ്ങൾക്ക് ഈ കഥ ചെറിയ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാദർ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും. മുറി വീട്ടിൽ നിന്നും ഒരു കൊച്ചൊരു അടുക്കളയും പുള്ളി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷെ നമ്മൾ കണ്ട അൺബോക്സിംഗ് ഡൂഡ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ വേറെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ അഹങ്കാരം. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ടോ എന്ന് പറയുന്നത് വളരെ കറക്റ്റ് കാര്യങ്ങൾ തന്നെ. ഒന്ന് പുറമോട്ട് ചിന്തിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ദാരിദ്ര്യങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടൊന്നും ഇവിടെ സോഷ്യൽ മീഡിയയിലൊന്നും വല്ലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ചില ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ സ്ഥിരം കാണിക്കുന്ന ഒരു വേലയാണ്. പിന്നെ അതുപോലെ തന്നെ കഷ്ടപ്പാടിന്റെ വില ഈ മനുഷ്യൻ നല്ല രീതിയിൽ അറിയുന്നുണ്ടെന്ന് ഈ വീഡിയോയ്ക്ക് അത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കഷ്ടപ്പാടിന്റെ വില നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൈസ എങ്ങനെ ചെലവാക്കണം, എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. കൊച്ചി വന്നതിന് ശേഷമാണ് ഇവർക്ക് ഒരുപാട് ടേണിംഗ് പോയിന്റ് ഒക്കെ ഇവരുടെ ലൈഫിൽ ചെയ്യുകയൊക്കെ ചെയ്തത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നതല്ലേ, അപ്പൊ ഇച്ചിരി അഹങ്കാരമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല ഡൂഡ്. അത് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഒരു കൊച്ചു ചെറുക്കം വന്നിട്ട് ഈ പറയുന്ന ഈ അൺബോക്സിംഗ് ഡൂഡിനെ ശരിക്കും എടുത്തിട്ടൊന്ന് ട്രോൾ ചെയ്യായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു, ഇവനെ അത് തന്നെ വേണം, ഇവന്റെ അഹങ്കാരത്തിന് അത് തന്നെ വേണം എന്നുള്ള രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും അച്ഛന്റെ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം. പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇപ്പം ചെറുപ്പം മുതലേ സെപ്പറേറ്റഡ് ആണ്. ലീഗലി എന്താ പറയുക ഡിവോഴ്സ്ഡ് ആണ് മമ്മി. സോ ഇമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എത്രയും കാലം നോക്കിയതും വളർത്തിയതും. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന ലൈക്ക് എന്താ പറയുക, എനിക്കൊരു പൊട്ടൻഷ്യൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 100-200 മടക്കായിട്ട് നമുക്ക് തിരിച്ചും കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, നമ്മുടെ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളെ നോക്കിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ട്രഗിളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇമ്മനപ്പം ഞാൻ കൊണ്ടു നടക്കുന്നത്. നോ വറീസ്. അതുകൊണ്ടാണ് നമുക്ക് അതൊരു നല്ല കാര്യം തന്നെയാണ് മോനെ, ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട സമയത്ത് പൈസയുടെ വില അത് ഉള്ളപ്പം ഒരുപാട് ആൾക്കാർ ഓടി വരും, ഇല്ലാത്തപ്പോൾ ഒരു പട്ടിയും കാണത്തില്ല. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജീവിതം എന്താണെന്ന് വെച്ചാൽ പഠിക്കത്തുള്ളൂ. കാരണം നമുക്ക് അനുഭവമുണ്ട്, ഈ പറയുന്ന പൈസ ഉള്ള സമയത്തൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഇല്ലാത്തപ്പോൾ ആ രീതിയിലെ ആൾക്കാർ കാണത്തുള്ളൂ. അവനിപ്പോൾ അവർക്കൊന്നും ഇല്ലടി, അവരങ്ങനത്തെ ഒരു മൈൻഡാണ്. അവരെയൊക്കെ ആര് മൈൻഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ രീതി. നമ്മളും കുറേയൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്, ഇപ്പം ചില സമയത്തൊക്കെ അനുഭവിക്കുന്നുമുണ്ട്. പിന്നെ അതെല്ലാം മാറ്റിക്കൊണ്ട് വരുന്നുമുണ്ട്. അത് സത്യം പറയാലോ, കുറേയൊക്കെ ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണെന്ന് ഞാനത് ഈ ഒരു നിമിഷത്തിൽ പറയണം. അത് പറയേണ്ട ഒരു ആവശ്യമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ടച്ച് വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ റൈനാസ് കാറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സംരംഭം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വന്ന വഴി മറക്കരുതല്ലോ. അപ്പോൾ ഇമ്മ അന്ന് അത് വിറ്റിട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. സോ ഇന്ന് അത് കുറച്ചുകൂടി ഒരു ഹ്യൂജ് സ്കെയിലിൽ, കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത്. സോ അതിലിങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ആ ചോദ്യം വേണ്ട, നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. സോ ഞാനും അനിയത്തി പൽഫി അങ്ങനെയുള്ള ഒരു കൊച്ചു ഫാമിലി.
ആ ഉമ്മയുടെ ഒരു ഭാഗ്യം തന്നെ. അവർ ഈ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ വിറ്റൊക്കെയാണ് ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്, ഇവരുടെ ചെറുപ്രായത്തിലൊക്കെ. പിന്നെ അതെല്ലാം വിറ്റിട്ടാണ് ഈ പറയുന്ന പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വണ്ടി കയറുകയും ചെയ്തത് കൊച്ചിയിലോട്ട്. ഇപ്പോൾ അവൻ തന്നെ ഒരു ലെവലിൽ എത്തിയതിന് ശേഷം അവൻ അത് ഇട്ട് കൊടുക്കുകയും ചെയ്തത് സത്യം പറയലോ കൈക്കടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അൺബോക്സിംഗ് ഡൂഡ് എന്താണെന്ന് പറയുമ്പോൾ അഹങ്കാരി, ഒരു വൃത്തിയായിട്ട് അവൻ തോന്നിയ പോലെ നടക്കുന്നു, പൈസയുടെ വില അറിയാത്തവൻ ഭിത്തിയിൽ ഈ പറയുന്ന കൂട്ട് പെയിന്റ് അടിക്കുന്നു, കുളവാക്കുന്നു, എന്തൊക്കെയാണ് ഇവൻ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത്. അതെല്ലാം അവൻ്റെ ഒരു കോണ്ടന്റ് ആയിരുന്നു. ാണ് പോകുന്നത്. ദയവ് ചെയ്ത് ഇനി താഴത്ത് കമന്റ് ചെയ്ത്, കാരണം വർഷങ്ങൾ 10-20 വർഷം മുമ്പേ സെപ്പറേറ്റഡ് ആയതാണ്. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനൊന്നുമില്ല, മനസ്സിലായി. ഇമ്മക്കൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ കുറേ ഓർമ്മകളോ കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ഗോൺ. പിന്നെന്താ പറയുക, അത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് കുറേ വേണ്ടാത്ത രീതിയിൽ കമൻസ് കാര്യം കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറഞ്ഞങ്ങ് തീർത്ത് ഒഴിവാക്കാൻ വിചാരിച്ചത്, മനസ്സിലായില്ലേ. ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ വിചാരിച്ചു ഇൻഷാ അല്ലാ. ഒരുപാട് ആൾക്കാർ കമന്റ് ഇടും ബ്രോ, കാരണം നിങ്ങളുടെ രീതിയും മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര നെഗ്ഗായിരുന്നു. ഈ പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ നെഗ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ പോയാലും ഈ നെഗ് അടിച്ചവരെല്ലാം പോസിറ്റീവ് വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് ബ്രോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ വീഡിയോ കാണോട് പറയാം, നെവർ ഗിവ് അപ്പ് യുവർ ഹോപ്പ്. കഷ്ടപ്പെടുക, പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടെങ്കിലേ വില ഉള്ളൂ. അത് പൈസ ഉള്ളവർക്കും അറിയാം, പൈസ ഇല്ലാത്തവർക്കും അറിയാം. സോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുക. കുറേ നിങ്ങൾക്കറിയാം എത്രമാത്രം നെഗറ്റീവിലൂടെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി വന്നത്. ഇഷ്ടംപോലെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ബാക്ക് ഓഫ് ചെയ്യാണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് തന്നെ പോയതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു സക്സസ് ഉണ്ടായത്. സോ നിങ്ങൾക്കും സക്സസ് ഉണ്ടാവട്ടെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും അടിച്ച് പൊളിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സത്യം പറഞ്ഞൊരു മോട്ടിവേഷൻ തന്നെയാണ് ഇദ്ദേഹം. കാരണം ഒന്നുമില്ലായ്മ ഇത്രയൊക്കെ വന്നല്ലോ, ഈ ഒരു ലെവലിലെത്തിയല്ലോ. ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ അൺബോക്സിംഗ് ഡൂഡിന് ഇങ്ങനെ ഒരു സ്റ്റോറി ഉള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു. അറിയാവുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യാം. പിന്നെ എന്താ പറയണ്ടേ, വന്ന വഴി എല്ലാവരോടും എനിക്ക് ഒന്നേ പറയുള്ളൂ, വന്ന വഴി മറക്കാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയും പിരിഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വീടിന്റെ ഗ്രഹനാഥൻ തന്നെ വീട് വിട്ട് പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഒരു മൂത്ത മോൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആ വീട്ടിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ഉമ്മയുടെ ഭാഗ്യം, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു അനിയത്തിയെ കിട്ടിയിട്ടുണ്ട്. അവൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു അനിയത്തിയും കാര്യങ്ങളും, ഇതുപോലെ ഒരു ചേട്ടനെ കിട്ടിയത് ഭാഗ്യം. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ വൈഫിൻ്റെ ആണെങ്കിൽ പോലും ഭാഗ്യമൊന്നും പറയാം, ഇതുപോലൊരു ചെറുക്കനെ കിട്ടിയത്. കാരണം നമ്മൾ അറിയത്തില്ലായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് നല്ലൊരു സെറ്റായിട്ടാണ് പഴയ അൺബോക്സിംഗ് ഡ്യൂഡായിട്ട് തന്നെ വേറെ ലെവലായിട്ട് വാ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.